ഏപ്രിൽ 9-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക്. കേരളം ഇത്തവണ ആരെ സ്വീകരിക്കും? ജനഹിതമറിയാം മണ്ഡലങ്ങളിലൂടെ. കുമ്പിച്ചിക്കടവ് പാലം എത്ര നാളത്തെ സ്വപ്നമാണ് ജനങ്ങളുടെ, നാട്ടുകാരുടെ സ്വപ്നം? എൻ്റെ എന്ന് വെച്ചാൽ ചെറുപ്രായത്തിലുള്ള സ്വപ്നമാണ്. ഞങ്ങളിവിടെ കൂടി സ്കൂളിൽ പോകുമ്പോൾ ഈ റോഡൊന്നുമില്ല, ഈ റോഡില്ല, നമുക്കൊരു ചെറിയൊരു കടത്തുവെള്ളം മാത്രമാണ് ഉള്ളത്. അതിന് സ്ഥിരകാലാഭിലാഷമാണ് ഈ പാലം എന്ന് പറയുന്നത്. എത്ര വർഷമായിരിക്കും? വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം 56 വയസ്സായി. 50 വർഷത്തെ ഇതുണ്ട് പഴക്കമുണ്ട്. ഈ പാലം യാഥാർത്ഥ്യമായിരിക്കാം. എന്തായാലും നാട്ടുകാരെന്നുള്ള രീതിയിൽ പാല യാഥാർത്ഥ്യമായതിനെ കുറിച്ച് ഒരു അഭിപ്രായം. യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ നമ്മുടെ CK ഹരീന്ദ്രൻ MLA യുടെ ഒരൊറ്റ കഴിവിൻ്റെ ഇതിലാണ് ഈ പാലം പൂർത്തിയായത്. പുള്ളി 5 വർഷം MLA ആയിട്ടിരുന്നു, വീണ്ടും 5 വർഷം കൂടി സഹായിച്ച് വീണ്ടും കിട്ടി. 10 വർഷം MLA യുടെ ഒറ്റ കഴിവുകൊണ്ട് തന്നെ. ഇതിനു മുമ്പേ ഞാൻ രാഷ്ട്രീയമായിട്ടൊന്നും പറയണില്ല, പല MLA മാരും ഇവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയ്ക്കൊന്നും നടക്കാത്തൊരു കാര്യമാണ് CK എന്ന് പറഞ്ഞ ആ ഒരു പുള്ളിയുടെ ഒരു അങ്ങേരുടെ എന്ന് വെച്ചാൽ അങ്ങേരുടെ വരാനും നമ്മളെ ഭാഗ്യം കൂടി എന്ന് പറയുന്നത്. തൊടുമല വാർഡിലെ ആദിവാസികളെയും ബാക്കിയുള്ള ജനങ്ങളുടെ എല്ലാം ഭാഗ്യമാണ് ആ പുള്ളി MLA ആയിട്ട് ഇവിടെ വരാനും ഈ ഒരു സംരംഭം നടക്കുക. അല്ലെങ്കിൽ എനിക്കറിഞ്ഞു, എൻ്റെ കാലത്തിൽ ഇത് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും. എൻ്റെ കൊച്ചുമക്കൾ, എൻ്റെ 2 പേരക്കുട്ടികളുണ്ട്, ചെറിയ പിള്ളേർ, എൻ്റെ മോളുണ്ട്. അപ്പോൾ എൻ്റെ കാലഘട്ടത്തിൽ ഈ പാലം ഇവിടെ കുമ്പിച്ചിലക്കട പാലം വരുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. എൻ്റെ പേരക്കുട്ടികളെ കാലത്ത് പോലെ നടന്നാൽ നടക്കും എന്നുള്ള ആ ഒരു രീതിയായിരുന്നു. 50 വർഷത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യം. 50 വർഷം സ്വപ്നമാണ് യാഥാർത്ഥ്യമായി. യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ഒരു സ്വർണ്ണക്കനി കിട്ടിയ പോലെയാണ്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം. ഇപ്പം തന്നെ നമ്മളെ ഈ കുമ്പിച്ചിലക്കട വൈറലായിട്ടുണ്ട്. എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ പോയാലും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്നുണ്ട്, കാണാൻ വരുന്നുണ്ട്. പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റുണ്ട്. പിന്നെ പ്രകൃതി സൗന്ദര്യമായ സ്ഥലമുണ്ട്. ടൂറിസം വികസനത്തിൽ ഇപ്പം തൽക്കാലം ഓൾറെഡി ഒരു 2 ബോട്ട് ഒരു ഉദ്ഘാടനം ചെയ്തിട്ട് പോയിട്ടുണ്ട്. അത് ഇതുവരെയും സ്റ്റാർട്ടിങ് ആയിട്ടില്ല. അത് ശനിയും ഞായറും ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴെ ടൂറിസം വകുപ്പിൻ്റെ കുറച്ച് പിള്ളേരുടെ ഒരു പ്ലേയിങ് ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനും പിന്നെ അവിടെ നിന്ന് തന്നെ ബോട്ട് സർവീസും എല്ലാം കൂടി ആകുമ്പോൾ നല്ലതായിരിക്കും. ടൂറിസത്തിൻ്റെ നല്ലൊരു കൊള്ളാം, നല്ലൊരു ഏരിയയാണിത്. ടൂറിസമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വികസനം വന്നിരിക്കുകയാണ്. വലിയ വികസനം വന്നിട്ടുണ്ട്. പിന്നെ ഒരു 2 മാസം കൂടെ കഴിയുമ്പോൾ നിയമസഭാ ഇലക്ഷൻ വരിക. അപ്പം പാറശാല മണ്ഡലത്തിലെ പാലമാണ് കുമ്പിച്ചിക്കടവ് പാലം. നാട്ടുകാർ ആരോടൊപ്പം MLA നിൽക്കുന്നു. CK നോമിനേഷൻ കൊടുത്തിട്ട് നിന്നാൽ മതി. ഈ തൊടുമല വാർഡിലുള്ള 2 സെറ്റിൽമെൻറ്റ് പോയിട്ട് ചാക്കപ്പാറയും പന്തപ്ലാവണും പോയിട്ട് ബാക്കി അവിടെ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മാറി നിൽക്കണം. അവർ ഈ ഇതിൻ്റെ പാലത്തിൻ്റെ അതിനൊന്നും വന്നില്ല. ഈ പാലം ഇവിടെ കൂടി വന്നേക്കൊണ്ട് അവർക്കൊരു ഇതുണ്ട്. അവിടെ കൂടി ചെറിയൊരു പാലമുണ്ട്, പന്തപ്ലാവോട് പാലമുണ്ട്. ഈ പാലത്തിൽ പോകാൻ പറയും. ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി പോവാം. പക്ഷെ അവിടെ കൂടി ഒരു പന്തപ്ലാവോട് പാലമുണ്ട്, ചെറിയൊരു പാലമുണ്ട്. ഓട്ടയും കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു വികസനം ഇവിടെ വരുമ്പം ഒരു ഇതുണ്ടല്ലോ, ഒരു രാഷ്ട്രീയം വഴിമാറും. കുമ്പിച്ചിക്കടവ് പാലം ഉദ്ഘാടനം ആയിരിക്കുകയാണ്. ഇവിടെ എത്ര വർഷത്തെ പ്രയത്നമാണ് ഈ പാലം ഇവിടെ തുടങ്ങാൻ? പാലം ഒരു 70 മുതൽ തുടങ്ങിയ കാര്യങ്ങളാണ്. 970 മുതൽ. അതെ. ഇപ്പം 2026 ആയപ്പം പാലം ഉദ്ഘാടനമായി. അപ്പൊ അതിനു മുമ്പ് ഈ നാട്ടുകാർ എങ്ങനെയാണ് ഇവിടെ യാത്ര ചെയ്തത്? നാട്ടുകാർ വെള്ളത്തിലും ചങ്ങാടത്തിലും ഒക്കെ തന്നെ പോയി. ചങ്ങാടത്തിലും വള്ളത്തിലും തുഴഞ്ഞാണ് യാത്ര ചെയ്തത്. ഇപ്പൊ പാലം യാഥാർത്ഥ്യമായതിനു ശേഷം ബസ് റൂട്ടായി അല്ലേ? ഈ പാലം ഇവിടെ അവസാനിക്കുകയല്ലേ? പാലം അവസാനിക്കാൻ അതുവരെ ഉള്ളൂ. ബസ് റൂട്ട് ഉണ്ടോ അതുവഴി? പിന്നെ ബസ് ഇഷ്ടം പോലെ ഉണ്ട്, ഇതുവഴി പോകുന്നുണ്ട്. അല്പം പാട്ട് പോകുന്നു. ചേട്ടാ, ഈ നാട്ടുകാരനായോണ്ട് ചോദിക്കുകയാണ്, ഈ എത്ര വർഷമായി ഈ പാലം യാഥാർത്ഥ്യമായി? ഇത് നമ്മളെ MLA ഹരീന്ദ്രൻ നായർ വന്നതിന് ശേഷമാണ് ഈ പാലമായത്. അതിനു മുമ്പേ ഇതിങ്ങനെ മുടങ്ങിക്കിടന്നെന്ന് പറഞ്ഞാൽ ആരും ചെയ്യാന്ന് പറയുന്നതല്ല, ചെയ്യൂല. തുടങ്ങിയത് എത്ര കാലമായി? തുടങ്ങിയിട്ട് 5 വർഷത്തിനകത്തായി. 5 വർഷം കൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമായത്.
4 വർഷം തന്നെ. അല്ല, ഒരു 1970 മുതൽ തുടങ്ങിയ ഒരു ആശയമാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്ര നമ്മൾ കിടന്ന് എല്ലായിടത്തും സമരം ചെയ്യുകയും എല്ലാം ചെയ്ത്. അപ്പോൾ 2026 അത് യാഥാർത്ഥ്യമായത്. 970 തുടങ്ങിയ ആ ഒരു സങ്കല്പം. അതെ. ഇപ്പം നാട്ടുകാരെന്നുള്ള രീതിയിൽ സന്തോഷവാനാണോ? പിന്നെ സന്തോഷമല്ലേ. അല്ല, എന്തായാലും ഒരു യാഥാർത്ഥ്യമായി, പാലം യാഥാർത്ഥ്യമായി. നാട്ടുകാർക്ക് ഒരു സന്തോഷം. പാലം വന്നതിൽ നമുക്ക് വളരെ സമാധാനവും സന്തോഷവുമായി ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്പൂരി പോകണമെങ്കിൽ പോവാം, കാട്ടാക്കട പോകണമെങ്കിൽ പോവാം, നെയ്യാറ്റിൻകര പോകണമെങ്കിൽ പോവാം, കളിയിക്കാള പോകണമെങ്കിൽ അങ്ങനെ പോവാം, മെഡിക്കൽ കോളേജിൽ പോവാം. അതിനെല്ലാം ബസ് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ ബസ്സുണ്ട്. ബസ്സുണ്ട്. ഇതിന് മുമ്പ് എങ്ങനെയാണ് ബസ്? കൊട്ടാരക്കര ബസ് വരെ ഇവിടെ ഉണ്ട്. ഉണ്ട്. ദീർഘദൂര സർവീസ് ഉണ്ട്. ഉണ്ട്. ഇതിന് മുമ്പ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്? മുമ്പ് പോയത് കാലിൽ കൂടെ. മറ്റൊരു മണ്ഡലത്തിലെ ജനാഭിപ്രായവുമായി വീണ്ടും കാണാം.